മധ്യാഹ്ന സൂര്യൻ മുറ്റത്ത് പതിഞ്ഞ് കല്ല് ചൂടാകുന്ന സമയം. വീടിനുള്ളിൽ ചൂടടങ്ങിയിരിക്കുന്നു. പക്ഷേ അടുക്കളയിൽ അടുപ്പിൻ്റെ ചൂട് വേറൊരു ലോകം. അടുപ്പിന് മുകളിൽ ഒരു പഴയ അലൂമിനിയ പാത്രം. അതിൽ കഴുകിയ അരിയും വെള്ളവും ചേർന്ന് പതുക്കെ ചൂട് പിടിക്കുന്നു. കഞ്ഞി വേവുമ്പോൾ ഉണ്ടാകുന്ന മൃദുവായ ശബ്ദം, പൊങ്ങിപ്പൊങ്ങുന്ന വെള്ളത്തിൻ്റെ ചെറിയ വിറയൽ, അത് കേൾക്കുമ്പോൾ ഒരാൾക്ക് തന്നെ ബാല്യം ഓർമ്മ വരും. അരി 1:4 അനുപാതത്തിൽ വെള്ളത്തിലിളകി പതുക്കെ മൃദുവാകും. കഞ്ഞി വളരെ നീരല്ല, വളരെ കട്ടിയുമല്ല. ഒരു വീടിൻ്റെ മനസ്സുപോലെ മിതമായ ചൂടോടെ. അടുക്കളയുടെ മറുവശത്ത് ചട്ടിയിൽ വെളിച്ചെണ്ണയുടെ മണം. അത് ചൂടാകുമ്പോൾ ചെറിയ ഉള്ളികൾ പാനിൽ പതിക്കുന്നു. മുഴുവനായിട്ട് തന്നെ, മുറിക്കാതെ. അവ കരയുമ്പോൾ നിറം മാറുന്നു. വെളുത്തത് ചുവപ്പിലേക്ക്, ചുവപ്പ് ഇരുണ്ട തവിട്ടിലേക്ക്. ആ ചെറുതായി കരിഞ്ഞ ബ്രൗൺ നിറം തന്നെയാണ് ഈ ചമ്മന്തിയുടെ രഹസ്യം. ജീവിതത്തിൽ ചെറുതായി കരിഞ്ഞ നിമിഷങ്ങൾ പോലെ അവയാണ് രുചി നൽകുന്നത്. അതേ ചട്ടിയിൽ ഉണക്കമുളക് കൂടെ വെളുത്തുള്ളിയും വീഴുന്നു. ഒരു നിമിഷം മിണ്ടാതിരുന്ന അടുക്കളയിൽ പെട്ടെന്ന് ഒരു മണം ഉയർന്നു. കരിയരുത്. കണ്ണീരിൻ്റെ അതിരുകൾ കിടക്കാതെ നിൽക്കുന്ന ചൂട് പോലെ. വറുത്ത ഉള്ളിയും മുളകും, വെളുത്തുള്ളിയുടെ 2 പല്ലും, ഒരു ചെറിയ പുളിക്കഷ്ണവും ഉപ്പും ചേർന്ന് അരകല്ലിലേക്ക് നീങ്ങുന്നു. കട്ടിയോടെ അരയ്ക്കുമ്പോൾ കൈയുടെ സമ്മർദ്ദത്തിൽ രുചി പിറക്കുന്നു. ഇത് മിക്സിയിൽ വേഗത്തിൽ ഉണ്ടാക്കുന്ന ചമ്മന്തിയല്ല, സമയമെടുത്ത് മനസ്സോടെ ഉണ്ടാക്കുന്ന രുചിയാണ്. അവസാനം ചൂടുള്ള കഞ്ഞി ഒരു മൺപാത്രത്തിൽ, അതിനരികിൽ കരിഞ്ഞുള്ളി ചമ്മന്തി, അരികിൽ ഇച്ചിരി ഇഞ്ചിക്കറി, ചോറിട്ട് വടിച്ചെടുത്തത്, കൈയുടെ സ്പർശം ചേർന്ന രുചി. മൺപാത്രത്തിലാണ് കഞ്ഞി വിളമ്പുന്നത്. മൺപാത്രത്തിൻ്റെ തണുപ്പ് ചൂടുള്ള കഞ്ഞിയോട് ചേർന്ന് ഒരു പ്രത്യേക മണം തരുന്നു. അതിനരികിൽ കരിഞ്ഞുള്ളി ചമ്മന്തി, ഒരു പപ്പടം, കൈകൊണ്ടൊടിച്ചാൽ മുറിഞ്ഞ് ശബ്ദമുണ്ടാക്കുന്നത്ര കരുക്ക്, ഇച്ചിരി തൈര്, ഒത്തിരി വെള്ളം, ഉച്ചയുടെ ചൂട് കുറയ്ക്കാൻ. ഒരു കയ്യിൽ കഞ്ഞി, അതിലേക്ക് ചമ്മന്തി അല്പം ചേർത്തങ്ങ് കലക്കി, ഇഞ്ചിക്കറി തൊട്ട് പപ്പടം പൊടിച്ച് ചേർത്താൽ ഉച്ചഭക്ഷണം പൂർണ്ണമാകുന്നു. ഇത് വലിയ ആഘോഷമൊന്നുമല്ല, പക്ഷെ ഒരു വീട്ടിൻ്റെ പൂർണ്ണതയാണ്. ചൂടുള്ള ഉച്ചയിൽ വയറിനും മനസ്സിനും ഒരുപോലെ തൃപ്തി നൽകുന്ന ഒരു ലളിതമായ ഭോജനം. ഒരു സ്പൂൺ കഞ്ഞിയിലേക്ക് ചമ്മന്തി ചേർന്ന് കലക്കുമ്പോൾ ജീവിതമൊന്ന് നിശബ്ദമാവുന്നു. ഇത് വലിയ വിഭവമല്ല, പക്ഷെ വലിയ ഓർമ്മകളുടെ രുചിയാണ്. മനസ്സ് നിറയ്ക്കാൻ വയറ് നിറയേണ്ടതില്ലെന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു ലളിതമായ ഉച്ചഭക്ഷണം.